ഷാനവാസെ, പലതരത്തിലുള്ള പ്രതിഷേധം നിങ്ങൾ നടത്തി, പക്ഷേ ഒരു ഫലവും അല്ലെങ്കിൽ ഒരു നീക്കവും നടക്കുന്നില്ല. ഇനി എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹം? തീർച്ചയായും ഞങ്ങൾ ഇതുവരെ മലബാറിലാണ് സമരം നടത്തിയത്. ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെയും ഇന്നുമായി പറഞ്ഞത് മലപ്പുറത്തും മലബാറിൽ ഇപ്പോഴും പ്രശ്നമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് സമരം മാറ്റാൻ തീരുമാനിച്ചത്. ഇന്നു മുതൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കും. മന്ത്രിയുടെ വസതിയിലേക്ക്, മന്ത്രി തെരുവിലിറങ്ങുന്നിടത്തേക്ക്, പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രീ ഷാനവാസ്, അദ്ദേഹമാണ് മന്ത്രിക്ക് കണക്കുകൾ നൽകുന്നത്. നേരത്തെ സഹപ്രവർത്തകൻ നജാഫ് സൂചിപ്പിച്ചല്ലോ, കള്ളക്കണക്കുകൾ നൽകുക. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയില്ലാതെ മന്ത്രി തന്നെ സമൂഹത്തോട് സംസാരിക്കുക. നിങ്ങളുടെ ചാനൽ തന്നെ ഇന്നലെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. മുഴുവൻ A+ കിട്ടിയ ഒരു കുട്ടി നിരാശയായി കരയുന്ന വീഡിയോ നിങ്ങൾ പുറത്തുവിട്ടു. ഇതൊന്നും കാണാതെ, ഇതൊന്നും കാണാൻ കൂട്ടുവെക്കാതെ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ് മന്ത്രി ചെയ്യുന്നത്. അവരെ ഉറക്കം ഉണർത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ MSFന്റെ കണക്കിൽ വിശ്വസിക്കേണ്ട, ഞങ്ങൾ സമരം ചെയ്യുന്നവരുടെ കണക്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, ചാനലിൻ്റെ കണക്കിലും പോകട്ടെ. ഇന്നലെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിലെ കണക്കുകളെങ്കിലും പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകണം. വിദ്യാഭ്യാസ മന്ത്രി കണക്കുകൾ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇവിടെ നിന്നാണ് കള്ളക്കണക്ക് നൽകിയത് എന്നതുകൊണ്ടുമാണ്.